ഗംഭീരം ഗംഭീരം ഗംഭീരം. അടിപൊളി. ചാത്തന്നൂരിലെ താമരപ്പാടത്തിലൂടെ നടന്നു നീങ്ങുകയാണ് ബി ഗോപകുമാർ. അടിപൊളി അടിപൊളി. ഇനി ഒരേ വീഡിയോ കൂടി തയ്യാറാക്കൂ PCR. അത് മറ്റാരുടേതുമല്ല, പി മുരളീധരൻ. നമുക്ക് പ്രതീക്ഷിക്കാം. 291 കുറഞ്ഞിരിക്കുന്നു കടകംപള്ളിയുടെ ലീഡർ വിനീഷ്. പൊരിഞ്ഞ പോരാട്ടം. വിനീഷ് ഉണ്ടോ? പ്ലീസ് ആരെങ്കിലും അപ്ഡേറ്റ് തരൂ പെട്ടെന്ന്. എന്ത് സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കഴക്കൂട്ടം പോകുന്നത്? 15 റൗണ്ടുകൾ എണ്ണി പൂർത്തിയായിരിക്കുന്നു. 16ാമത്തെ റൗണ്ടിന്റെ എണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. 299 വോട്ടുകളുടെ മാത്രം ലീഡ് കടകംപള്ളി സുരേന്ദ്രന്. 15 വാർഡുകൾ എണ്ണുമ്പോൾ 16ാമത്തെ കൗണ്ടിംഗ് അല്ലെങ്കിൽ 16ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് മേഖലയാണ്. അവിടെ ഉള്ളൂർ മേഖലയാണ് BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖല. 17 എന്നുള്ളത് കരിയം BJPയുടെ കോട്ടയാണ്. മണ്ണന്തല ഇരുവിഭാഗങ്ങൾക്കും വോട്ട് പോകും. 18 ഉള്ളൂരും പിന്നെ ഒരു കട്ടച്ചക്കോണം എന്നുള്ള മേഖലയും. അങ്ങനെ ഈ മേഖലകളിലൊക്കെ തന്നെ BJP ശക്തമായി ലീഡ് നേടുമെന്ന് തന്നെയാണ് പ്രാദേശിക നേതാക്കന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്, നമ്മളോട് പറയുന്നത്. യെസ്, നമുക്ക് കൂടി ആഘോഷത്തിൽ പങ്കാളിയാകാം അല്ലേ? അല്ലേട്ടാ സാർ, ഗൗതം, അശ്വതി. ഇതുവരെ പച്ച ലഡു മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാവരും. ഇപ്പോഴിതാ കാവി ലഡുവുമായിട്ട് ഇതാ പ്രേക്ഷകരെ ദയവായി 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 ഈ ആഘോഷത്തിൽ പങ്കാളികളാവുക. ആ ലഡു മുഴുവൻ അശ്വതിക്ക് കഴിക്കാനുള്ളതല്ല. നേമത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം, അതുപോലെ ബി ഗോപകുമാർ. കാവി ലഡു ഈ വിജയം നമ്മൾ ആഘോഷിക്കുകയാണ്. അല്ല, അശ്വതിക്ക് BJP MLA. ചാത്തന്നൂർ, അതുകൊണ്ട് അഭിമാനിക്കാം അശ്വതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളുടെ ഫ്ലോർ ഇരിക്കുന്ന സ്ഥലം നേമം തന്നെയാണ്. അപ്പോൾ ഈ ഫ്ലോർ ഇരിക്കുന്ന നേമം മണ്ഡലം നമ്മുടെ കൗൺസിലറിന്റെ BJP എല്ലാം BJP ആണ്. ഈ വിജയം നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അല്ല, ഓൾറെഡി തിന്നതാണ്. ഓക്കെ നേമത്തെയും അതുപോലെ നമ്മുടെ ചാത്തന്നൂരിലെയും വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പല പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്ന വോട്ടർമാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിജയത്തിൽ അഭിമാനിക്കേണ്ടതാണ്. കാരണം അത്രമാത്രം അഹോരാത്രം പ്രവർത്തിച്ചവരാണ്. ഈ കാവി ലഡുവിൽ വിജയം ബംഗാളും കൂടി ഉണ്ട്. അത് മറന്നുപോയി. ബംഗാളുണ്ട്, അസമുണ്ട്, പുതുച്ചേരി ഉണ്ട്. ബംഗാൾ പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം കൂടി, 3ാമത്തെ കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അടിയന്തരാവസ്ഥ കാലം വരെ നീണ്ട കോൺഗ്രസിന്റെ ഭീകര വാഴ്ചയ്ക്ക് അറുതി വരുത്തിക്കൊണ്ടാണ് പ്രത്യയശാസ്ത്രത്തിന്റെ പെരുമയിലേറി വിപ്ലവ വീര്യം പകർന്നുകൊണ്ട് CPM അധികാരത്തിലേക്ക് എത്തിയത്. ജനങ്ങൾക്ക് പൊറുതിമുട്ടിയപ്പോൾ അവർ അഭയം കണ്ടത് മമതാ ബാനർജിയിലായിരുന്നു. അവർ അതിനേക്കാൾ വലിയ രാജ്യാന്തര ഭീകരവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിന് അവസാനം കുറിച്ചുകൊണ്ട് നമുക്ക് ഓർക്കണം, 2 ദിവസം മുമ്പ് റൈറ്റ് സൈഡിന്റെ ടൈറ്റിലായിരുന്നു മമതാ രാജിന് ലാസ്റ്റ് ബെൽ എന്ന്. ആ മണി വല്ലാതെ ഉച്ചത്തിൽ മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, ഈ മധുരം കഴിക്കുന്ന സമയത്ത് തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ ഓർക്കുകയാണ്. കാരണം BJP എന്നത് കേവലം ഒരു ആൾക്കൂട്ടമല്ല, 100 കണക്കിന് ബലിദാനികൾ അവരുടെ വിയർപ്പും സ്വന്തം ജീവിതവും ബലിദാനം നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ്. അപ്പോൾ ഇന്ന് ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്ന എല്ലാ പ്രവർത്തകരുടെയും മനസ്സിൽ ആ വികാരമാണ്. ബലിദാനികൾ മാത്രമല്ല ഗൗതം, ഇപ്പോഴും ജീവശവമായിട്ട് എസ്പെഷ്യലി കണ്ണൂരിന്റെ മണ്ണിൽ എല്ലാവർക്കും ഈ ആഘോഷം, ഈ നിമിഷം ഞങ്ങൾ കൂടി സമർപ്പിക്കുകയാണ്. ദേശീയതയുടെ വിജയമാണ്. അത് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു മടിയുമില്ല. മുരളിയേട്ടനോട് ജയിച്ചിട്ട് വേണം ഒന്നുകൂടെ ലഡുവും കൊണ്ട് അശ്വതിയോട് വരാൻ. പറയൂ, എവിടെ എത്തി പോരാട്ടം? അല്ല, ഗൗതം, ശ്യാം, പ്രദീപ് പിള്ള, ഞാനിപ്പോ ആലോചിക്കാം മറ്റ് ചാനലുകളുടെ ഫ്ലോർ എങ്ങനെയായിരിക്കും. അല്ലല്ല, ഒരു പ്രധാന മാധ്യമ പ്രവർത്തകൻ കരഞ്ഞിരുന്നു, നേമത്ത് ജയിക്കല്ലേ, അയ്യോ ജയിക്കല്ലേ എന്ന്. വിശ്വാസം നഷ്ടപ്പെട്ടു. UP-ൽ യോഗിജി ജയിച്ചപ്പം ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അവരിനി മാധ്യമ പ്രവർത്തനം നിർത്തുവോ? കേരള അവരുടെ സ്വന്തം സംസ്ഥാനത്ത് BJP ജയിച്ചു. നിർത്തണം, പറഞ്ഞ വാക്ക് പാലിക്കണം. അല്ല, ഈ പ്രധാനപ്പെട്ട ബിഗ് TV ആ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട ആള് പറഞ്ഞില്ലേ, നേമത്ത് അയ്യോ അത് പാടില്ല, അത് സംഭവിക്കരുത്. അല്ല,
അത് അയാളത് പറഞ്ഞപ്പോ അത് കേട്ട് ചിരിച്ച മറ്റൊരു മാധ്യമ പ്രവർത്തക കൂടി ഉണ്ടായിരുന്നു. അതെ 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 അല്ലേട്ട പ്രിയപ്പെടുത്തി വേറൊരു കാര്യം കൂടെ ഞാൻ പറയും. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇനി നാളെ മുതൽ BJP പോഴ്ത്തി തുടങ്ങട്ടോ. കാരണം സ്വാഭാവികമാണല്ലോ. പക്ഷെ അന്ന് ഇന്നും എന്നും ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ. അത് ദേശീയത മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പ്രിയപ്പെട്ട പ്രശ്നം കഴക്കൂട്ടം വിനീഷ്. അപ്പൊ എന്തായാലും നിയമത്തെയും ഒരു വാർത്ത വരുന്നു, ബംഗാളിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. രത്ന ദേബ്നാഥ് ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്രൂര പീഡനത്തിനിടയായ ഇരയുടെ മാതാവ് പനിഹത്തിക മണ്ഡലത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി വിജയിച്ചിരിക്കുന്നു. രത്ന ദേബ്നാഥ് നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നരേന്ദ്രമോദിജി അവിടെ സന്ദർശിച്ചപ്പോൾ അടുത്തിരുത്തി ആശ്വസിപ്പിക്കുന്ന പൊട്ടിക്കറിയുന്ന അമ്മയെ, ഈ സ്ത്രീ മാതാവിന്റെ പേരിൽ വോട്ട് നേടിയ ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യസ്ഥയായ സ്ത്രീയുടെ ഭരണത്തിന് കീഴിൽ മാനവും ജീവനും നഷ്ടപ്പെട്ട ആ പെൺകുട്ടി, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ അമ്മ, ഇതാ BJP സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്നിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ BJPക്ക് പറ്റൂ എന്ന് അവിടുത്തെ സ്ത്രീകൾ തിരിച്ചറിഞ്ഞു. തീർച്ചയായും ആത്യന്തികമായിട്ട് അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് നമ്മൾ പശ്ചിമ ബംഗാളിലെ അടങ്ങോ. എന്തായാലും ഈ ആവേശം നമുക്ക് കാണിക്കാം. അല്ല, ആ വാർത്ത കൂടി അറിഞ്ഞ ശേഷമേ അശ്വതി വിടുന്നുള്ളൂ. അതെ, വിനീഷ് കേൾക്കുന്നുണ്ടോ? ലഡുവാണ് വായിൽ മുഴുവൻ. വിനീഷ്, ശ്യാമെ 30 ബൂത്തുകളാണ് കഴക്കൂട്ടത്തുള്ളത്. ഇനി എണ്ണാനുള്ളത് ഈ 30 ബൂത്ത് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു സാഹചര്യമാണ് കഴക്കൂട്ടത്തുള്ളത്. 100ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. 30 ബൂത്തുകൾ എന്ന് പറയുന്നത് ഒന്ന് ഇടവക്കോട്, മണ്ണന്തല, നാലാഞ്ചിറ, ഈ മൂന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള 30 ബൂത്തുകൾ. ആ 30 ബൂത്തുകൾ എന്താകും വരാൻ പോകുന്നത് എന്നതാണ് ഇനി നോക്കി കാണാനുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇടവക്കോട് ഒരുപക്ഷെ BJPക്ക് അനുകൂലമായ, ഒരുപക്ഷെ അല്ല പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPക്ക് അനുകൂലമായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മണ്ണന്തല ബലാബലമാണ് കാര്യങ്ങൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നാലാഞ്ചിറയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഞാൻ നേരത്തെ മണ്ണന്തലയിൽ ചെമ്പഴന്തി ഉദയനെ ജയിപ്പിച്ചതാണ് നമ്മുടെ കൗൺസിലർ, BJPയുടെ കൗൺസിലറാണ്. മണ്ണന്തല BJPയോടൊപ്പമാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. തീർച്ചയായിട്ടും ഞാൻ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പറയാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഒരു ബലാബലം എന്നത് മാത്രമേ മണ്ണന്തലയെ ഇപ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കൂ. പക്ഷേ നാലാഞ്ചിറയിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം, ഈ പറയുന്ന തരത്തിൽ ശരത് ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് ഇവിടെ ഈ മണ്ണന്തലയിൽ വോട്ട് കൂടുതലായി പിടിക്കുകയാണെങ്കിൽ, നാലാഞ്ചിറയിൽ വോട്ട് കൂടുതലായി പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും അവസാന ഘട്ടത്തിലെ ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി 30 ബൂത്തുകൾ മാത്രമാണ് ബാക്കി എണ്ണാനുള്ളത്. ഒന്ന് ഇടവക്കോട്, മണ്ണന്തല, ഒപ്പം തന്നെ നാലാഞ്ചിറ, ഈ മേഖലകൾ ഉൾപ്പെടുന്ന 30 ബൂത്തുകളാണ് ഇനിയുള്ള എണ്ണാനുള്ളത്. എന്താകും അന്തിമ ഫലം എന്നത് ഒരു ഫോട്ടോ ഫിനിഷിലേക്കായിരിക്കുമോ കാര്യങ്ങൾ എത്തുക എന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഈ 30 ബൂത്തുകൾ ഏത് തരത്തിൽ ദേശീയതയോടൊപ്പമാണോ അതോ ഇടതുപക്ഷത്തിനോടൊപ്പമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ പോയാൽ, ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് കൂടുതൽ വോട്ട് മാറിയാൽ പോലും അത് BJPക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു പക്ഷെ പറയുകയാണെങ്കിൽ ഈ മണ്ണന്തലയും ഇടവക്കോട് പൂർണ്ണമായും നമുക്ക് BJPയുടെ മുൻകൈ, BJPയുടെ ശക്തി കേന്ദ്രം എന്ന് വിലയിരുത്താൻ സാധിക്കും. പക്ഷേ മണ്ണന്തലയിൽ ഒരു ബലാബലം വന്ന് ഇടവക്കോട് BJP ലീഡ് പിടിക്കുകയാണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നാലാഞ്ചിറയാണ്. ഈ നാലാഞ്ചിറ എന്ത് സംഭവിക്കുമെന്നതാണ് ഏറ്റവും അവസാനത്തെ ബൂത്താണ്. ഈ നാലാഞ്ചിറയിൽ എന്ത് സംഭവിക്കുമെന്നതാണ് നിർണായകമാവുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ടൈറ്റ് ഫൈറ്റ് കേരളത്തിൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് ഈ കഴക്കൂട്ടത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താകും എന്നത് അവസാന നിമിഷം വരെയും നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. AKG സെന്ററിൽ നിന്ന് MV ഗോവിന്ദന്റെ വിലാപഗീതം ഇതാ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 110 നിന്ന് 85ലേക്ക്, 85 നിന്ന് 75ലേക്കും പിന്നെ എന്തും സംഭവിക്കാമെന്ന് പറഞ്ഞ് മുങ്ങിയ ശേഷം അല്ല, സാമൂഹ്യ മാധ്യമങ്ങളെ മൊത്തം ഈ UDFന്റെ വിജയ ശില്പികളായിട്ട് ഗോവിന്ദനെയും ഭാര്യയാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും തല കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ കൃത്യമായിട്ടുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. വരൂ കഴക്കൂട്ടം. പൂർത്തിയായപ്പോൾ കടകംപള്ളിയുടെ ലീഡ് 170 കുറഞ്ഞിരിക്കുന്നു. കുറഞ്ഞു വരികയാണ് ലീഡ്. കടകംപള്ളി സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിച്ച ഒരു
ചെറിയ വോട്ടുകൾക്കെങ്കിലും വി മുരളീധരൻ കഴക്കൂട്ടം ജയിച്ചു കയറും, കഴക്കൂട്ടം പിടിക്കും എന്ന് തന്നെയാണ്. ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് ആ വോട്ടിന് ജയിക്കാൻ തന്നെയാണ്. ഉറപ്പായിട്ടും. വിനീഷ് സൂചിപ്പിച്ച